ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണത്തിന് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഓണസദ്യയിലെ ഒരു വിഭവം തന്നെയാണല്ലേ രസം. നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ രസം കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണല്ലേ. അപ്പോൾ രസം നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ നോക്കാം. രസം ഉണ്ടാക്കാൻ ആവശ്യമായ രസക്കൂട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. വെളുത്തുള്ളി, കുരുമുളക്, മല്ലി, പച്ചമല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി ഇതൊക്കെ ചതച്ച് വെക്കുക. നല്ല ജീരകം ഇത് ഒക്കെ കൂടെ ചതച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ച് നമ്മുടെ പരിപ്പിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ രസക്കൂട്ടുകളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചയ്ക്ക് ചതച്ചിടുന്നതായിരിക്കും കേട്ടോ ഒരു സ്മെല്ലിനും ആ ടേസ്റ്റിനൊക്കെ നല്ലത്. ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി വെക്കാം. ആവശ്യത്തിന് കുറച്ച് തോനെ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം നമ്മൾ രസം വെള്ളം രൂപത്തിലല്ലേ കുടിക്കാറുള്ളത്, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിച്ചിട്ട് നന്നായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തക്കാളി, മല്ലിയില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു മിശ്രിതം നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ ഈ ഒരു രസക്കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രസത്തിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കടുകിലും വറ്റൽമുളകിലും കൂടി വറവിട്ടാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള രസം റെഡി ആയി കഴിഞ്ഞു.